നമസ്കാരം. വിക്രമാദിത്യൻ കഥകളിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ തവണത്തെ കഥ ഓർമ്മയുണ്ടല്ലോ. ഹരിദത്തൻ എന്ന രാജാവ് തൻ്റെ പിതൃക്കൾക്കുള്ള ബലിതർപ്പണം ചെയ്യുന്നതിന് ഗംഗാ നദീ തീരത്തെത്തി. ഗംഗാനദിയിൽ മുങ്ങിക്കുളിച്ചതിന് ശേഷം തർപ്പണം ചെയ്യുന്നതിനായുള്ള സാമഗ്രികളൊക്കെ ഒരുക്കി ഗംഗയിലേക്ക് നോക്കിയപ്പോൾ 3 കൈകൾ ഉയർന്നു വന്നു. ആ 3 കൈകൾ ആരുടേതായിരിക്കും യഥാർത്ഥത്തിൽ ബലിതർപ്പണത്തിന് അർഹരായിട്ടുള്ളത് എന്ന പരിഭ്രമത്തോടുകൂടി രാജാവ് സംശയിച്ച് നിൽക്കുന്ന സമയത്താണ് വേതാളം കഥ അവസാനിപ്പിച്ചത്. ആരുടെ കൈകൾക്കാണ് ആ ബലി സ്വീകരിക്കാൻ അർഹതയുള്ളത്? ഇതായിരുന്നു ചോദ്യം. ചോദ്യത്തിന്റെ ഉത്തരം വളരെ കുറച്ച് പേര് മാത്രമാണ് ഇത്തവണ അറിയിച്ചിട്ടുള്ളത്. കാരണം ഇതൊരു വിചിത്രമായിട്ടുള്ള കഥയാണ്, കുറച്ച് സംശയം ഉണ്ടാക്കുന്ന കഥയാണ്. നമുക്ക് ഉത്തരം നൽകാനും ബുദ്ധിമുട്ടാണ്. പക്ഷെ ബുദ്ധിമാനായ വിക്രമാദിത്യൻ കൃത്യമായ ഉത്തരം പറഞ്ഞിരിക്കണം അല്ലേ? എന്നാലല്ലേ വേതാളത്തിന്റെ കഥ തുടരുള്ളൂ. വിക്രമാദിത്യൻ പറഞ്ഞ ഉത്തരം ആ ബലിതർപ്പണം സ്വീകരിക്കാനായി ഏറ്റവും അനുയോജ്യനായ വ്യക്തി അന്ന് ശ്മശാനത്തിൽ കണ്ടെത്തിയ ആ കള്ളനാണെന്നാണ്. ആ കള്ളനാണല്ലോ കാഞ്ചനവല്ലിയെ ആദ്യം വിവാഹം കഴിച്ചത്. ഗാന്ധർവ വിധിപ്രകാരമാണെങ്കിലും വിവാഹം കഴിച്ച അയാളാണ് യഥാർത്ഥത്തിൽ ആ രാജകുമാരനിൽ നിന്ന് ബലി തർപ്പണം സ്വീകരിക്കാൻ അനുയോജ്യനായ വ്യക്തി എന്നാണ് രാജാവ് കണ്ടെത്തിയത്. ആ കഥയും ആ ഉത്തരത്തിലും സംതൃപ്തനായ വേതാളം തൻ്റെ ബന്ധനത്തിൽ നിന്ന് മുക്തനായി വീണ്ടും ആ മുള്ളുമുരുക്ക് മരത്തിൽ തൂങ്ങിക്കിടന്നു. കഥ തുടരുകയാണ്. രാജാവ് വീണ്ടും വേതാളത്തിനെ അവിടെ നിന്ന് വലിച്ചിറക്കി കൊണ്ടുവന്ന് പിടിച്ചു കെട്ടി തോളത്ത് ചുമന്ന് വീണ്ടും നേരത്തെ യാഗം നടക്കുന്ന സ്ഥലത്തേക്ക് യാത്രയായി. വീണ്ടും വേതാളം അടുത്ത കഥ പറഞ്ഞു. കലിംഗ ദേശത്ത് ബ്രഹ്മദത്തൻ എന്നൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 4 പുത്രന്മാർ: ഹരിദത്തൻ, സോമദത്തൻ, ജ്ഞാനദത്തൻ, ബ്രഹ്മദത്തൻ. ഈ മൂത്ത എല്ലാ മക്കളെയും നല്ല പോലെ വിദ്യാഭ്യാസം ചെയ്യിച്ചു. അവരെല്ലാം ഓരോരോ കഴിവുകളുള്ളവരായി വളർന്നു വന്നു. വൃദ്ധപിതാവിന് വളരെ സന്തോഷമായി. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആകസ്മികമായൊരു സംഭവം ഉണ്ടായി. മൂത്ത മകൻ ഹരിദത്തൻ പെട്ടെന്ന് മരണപ്പെട്ടു. ആ പാവം ബ്രാഹ്മണന് അത് സഹിക്കാനായില്ല. അദ്ദേഹം വളരെയധികം വിഷാദമഗ്നനായി എല്ലാ ആഗ്രഹങ്ങളും ആശകളൊക്കെ വെടിഞ്ഞ് നിരാശനായി കാലം കഴിച്ചു കൂട്ടി. മറ്റ് 3 മക്കളുണ്ട്: സോമദത്തൻ, ബ്രഹ്മദത്തൻ, ജ്ഞാനദത്തൻ. അവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ അച്ഛൻ ബ്രാഹ്മണന് ഒരു വിധത്തിലുള്ള സമാധാനം ഉണ്ടായില്ല. ദുഃഖാർത്ഥനായി ജീവിതകാലം കഴിച്ചു കൂട്ടിയ അദ്ദേഹം താമസിയാതെ രോഗഗ്രസ്തനായി, വയ്യാതെയായി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഉത്തമ സുഹൃത്തായ ഹരിശർമ്മ അവിടേക്ക് എത്തി. തൻ്റെ സുഹൃത്തിൻ്റെ വളരെ മോശം അവസ്ഥയിലുള്ള അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും അദ്ദേഹത്തിൻ്റെ ദുഃഖകഥകളൊക്കെ കേട്ടപ്പോൾ ഹരിശർമ്മ അദ്ദേഹത്തെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: സുഹൃത്തെ, നമ്മളെല്ലാവരും ജീവിക്കുന്നത് തന്നെ ഒരു ദിവസം മരണം ഉണ്ടാവും എന്ന ഉറപ്പിലാണ്. ഈ ജീവിതത്തിൽ, ഈ ഭൂമിയിൽ നിശ്ചയവും ഉറപ്പുള്ള ഒറ്റ കാര്യമുള്ളൂ, അത് നമ്മുടെ മരണമാണ്. അതുകൊണ്ട് അതിനെ ഓർത്ത് ദുഃഖിക്കുന്നതിൽ യാതൊരു കാര്യമില്ല. എന്നെങ്കിലും ഒരിക്കൽ മരണദേവത നമ്മളെ പിടികൂടും. അതുകൊണ്ട് ഇനിയുള്ള ജീവിതം വെറുതെ ഹോമിച്ച് കളയാനുള്ളതല്ല, ദുഃഖിച്ചിരിക്കാനുള്ളതല്ല എന്നിങ്ങനെ സാന്ത്വന വാക്കുകൾ കൊണ്ടും മനസ്സിന് സന്തോഷം നൽകുന്ന ഉദാഹരണങ്ങൾ കൊണ്ടുമൊക്കെ ഹരിശർമ്മ തൻ്റെ സുഹൃത്തിനെ സമാധാനിപ്പിച്ചു. അദ്ദേഹവുമായിട്ട് ഒരു 1-2 ദിവസം സഹവസിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വൃദ്ധപിതാവിന് സമാധാനമായി. അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, ഇനി താനിങ്ങനെ വെറുതെ ദുഃഖിച്ച് കഴിയുന്നതിൽ അർത്ഥമില്ല, നിത്യകർമ്മങ്ങളിലേക്ക് കടക്കാം. അപ്പൊ അതിന് അദ്ദേഹം മനസ്സിൽ ആദ്യം കണ്ടത് ഇതെല്ലാത്തിനും പ്രായശ്ചിത്തമായിട്ട് ഒരു വലിയ ഹോമം കഴിക്കണം എന്നാണ്. ആ ഹോമത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നോക്കിയപ്പോൾ ഒരു കടലാമയെ കൈക്കലാക്കണം. ഒരു കടലാമയുടെ ആവശ്യമുണ്ട്.
മക്കളായ സോമദത്തനെയും ജ്ഞാനദത്തനെയും ബ്രഹ്മദത്തനെയും അരികെ വിളിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, മക്കളെ ഇതാ പൈസ, നിങ്ങൾ കടപ്പുറത്ത് പോയിട്ട് ഒരു മുക്കുവിനെ കണ്ടെത്തണം, ഒരു വലിയ കടലാമയെ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരണം. അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് മക്കൾ 3 പേരും പുറപ്പെട്ടു. ഈ 3 മക്കളും 3 തരത്തിലുള്ള വ്യത്യസ്തമായ കഴിവുകളുള്ള മക്കളാണെന്ന് ഓർക്കണം. അവര് കടപ്പുറത്തെത്തി മുക്കുവന്മാരുടെ നേതാവിനെ കണ്ടെത്തി അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു വലിയ കടലാമയെ വേണം, അച്ഛന് ഒരു ഹോമം നടത്താനാണ്, ഇതാ പണം. പണമൊക്കെ കൈ കൊടുത്തു. പണം സ്വീകരിച്ച മുക്കുവൻ ഒരു വലിയ കടലാമയെ തന്നെ അവർക്ക് കൊടുത്തു. ഈ കടലാമയെ കണ്ടപ്പോ സോമദത്തൻ പറഞ്ഞു, അനിയ യജ്ഞദത്ത, നീ ഇതിനെ മേടിച്ചോ, ഞാൻ ഇതിനെ തൊടുന്നില്ല. അപ്പൊ യജ്ഞദത്തൻ പറഞ്ഞെന്ന് അറിയോ, എനിക്ക് ഭക്ഷണ കാര്യത്തിലൊക്കെ വളരെ നിഷ്കൃഷ്ടയും ശുദ്ധിയും ഒക്കെ ഉള്ള ആളാണ്, ഈ കടലാമയ്ക്ക് ഭയങ്കര നാറ്റമുണ്ട്, ഞാൻ ഇതിനെ കൈ കൊണ്ട് തൊടില്ല. അതുകൊണ്ട് അനിയ ബ്രഹ്മദത്ത, നീ മേടിച്ചോ. അപ്പൊ ബ്രഹ്മദത്തൻ പറഞ്ഞു, ഇല്ലില്ല, ഞാനിതിനെ തൊടുന്നില്ല, എനിക്ക് ഇത് ഈ വക കാര്യങ്ങളൊന്നും യാതൊരു ഇതുമില്ല, എനിക്ക് ഈ കടലാമയെ പോലുള്ള ഈ കടൽ ജീവികനെയോ അല്ലെങ്കിൽ ക്ഷുദ്രജീവിനെയൊന്നും തൊടാൻ എന്നെ കൊണ്ട് വരില്ല. 3 പേരും കൂടി തർക്കമായി. സോമദത്തൻ പറഞ്ഞു, ഞാൻ ഇതിനെ തൊടില്ല, എനിക്കിതിനെ മേടിക്കാൻ പറ്റില്ല, എനിക്ക് ഈ വക കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. യജ്ഞദത്തൻ പറയണത്, എനിക്ക് ഭക്ഷണ കാര്യത്തിലൊക്കെ ഭയങ്കര ശുഷ്കാന്തിയുള്ള ആളാണ്, വളരെയധികം വൃത്തിയും വെടുപ്പൊക്കെ നോക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ജീവിനെ തൊടാൻ പറ്റില്ല, ഇതിനൊന്നും ഭയങ്കര നാറ്റം. ഇളയവനായ ബ്രഹ്മദത്തനും പറഞ്ഞു, ഞാനും ഇതിനെ തൊടില്ല. ചേടാ, പിന്നെ ഇത് ആരും കൊണ്ടും അച്ഛൻ്റെ അടുത്തേക്ക് കടലാമേനെ ആരെയും കൊണ്ടെത്തിക്കണ്ടേ? അത് നടക്കണ ലക്ഷണമില്ല. അവര് തമ്മിൽ തർക്കമായി. തർക്കം മൂത്ത് കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു, എന്നാ ശരി, ഇത് ആരാണ് ഉത്തമൻ എന്ന് തീരുമാനിക്കാനായിട്ട് നമുക്ക് രാജാവിനെ ചെന്ന് കണ്ട് പ്രശ്നം പരിഹരിക്കാൻ പറയാം. അങ്ങനെ കലിംഗ രാജ്യത്തെ രാജാവിനെ അവർ പോയി കണ്ടു. രാജകൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കാവൽ നിൽക്കുന്ന ഭടനോട് പറഞ്ഞു, 3 ബ്രാഹ്മണ കുമാരന്മാരെ കാണാൻ വന്ന് നിൽക്കുന്നുണ്ട്, ദയവായി രാജാവിനെ വിവരം അറിയിക്കാൻ പറഞ്ഞു. കാര്യം കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു, ശരി, അകത്തേക്ക് വരും. 3 പേരുടെയും തർക്ക വിഷയം എന്താണെന്നുള്ളത് രാജാവ് ചോദിച്ച് മനസ്സിലാക്കി. ഒരു വിചിത്രമായ തർക്കം തന്നെ. ഒരു കടലാമയെ തൊടുന്നതിന് ഇത്രയധികം നോക്കാനുള്ള എന്താ? പക്ഷെ ഇവര് പറയുന്നത് കേട്ടു കഴിഞ്ഞാല് ഇവർക്ക് വല്ലാത്ത കഴിവുകളുണ്ടെന്ന് മനസ്സിലായി, വളരെയധികം അഗ്രഗണ്യന്മാരാണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കഴിവൊന്ന് പരിശോധിക്കണമല്ലോ. അപ്പൊ രാജാവ് ജ്ഞാനദത്തനോട് പറഞ്ഞു, താങ്കൾക്ക് ഭക്ഷണ കാര്യത്തിൽ വല്ലാത്ത ശുഷ്കാന്തിയും വൃത്തിയും വെടുപ്പുമാണെന്നല്ല പറഞ്ഞത്. ശരി, അങ്ങയുടെ കഴിവ് ഒന്ന് പരീക്ഷിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ കൊട്ടാരം അടുക്കളക്കാരനെ വിളിച്ചു വരുത്തി, ഇതാ ഈ ബ്രാഹ്മണ യുവാവിന് ഏറ്റവും വിശിഷ്ടമായ ആഹാര പദാർത്ഥങ്ങൾ കൊണ്ടുള്ള ഒരു സദ്യ ഒരുക്കുക, അത് ഏറ്റവും ഉത്തമമായ സ്വാദോടുകൂടി തന്നെ ഉണ്ടാക്കണം. അദ്ദേഹത്തിന് ആ ഭക്ഷണം ഒരുക്കി കൊടുത്ത് അത് അദ്ദേഹത്തെ കഴിപ്പിക്കുക. ഉടനെ കൊട്ടാരം അടുക്കളക്കാരൻ തൻ്റെ പാചകക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി ഏറ്റവും മുന്തിയ ആഹാര പദാർത്ഥങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതിവിശിഷ്ടമായ ഒരു ഭോജന സദ്യ ഒരുക്കി. ജ്ഞാനദത്തൻ ആ ഭക്ഷണം കഴിക്കാനായിട്ട് തീന്മേശയിലിരുന്നു. ഒരു ഉരുള ചോറ് ഉരുട്ടി വായിലേക്ക് വയ്ക്കാൻ തുനിഞ്ഞതേ ഉള്ളൂ. ഉടനെ തന്നെ അത് താഴ്ത്തിട്ടിട്ട് അവിടെ എഴുന്നേറ്റു. എന്നിട്ട് കൈ കഴുകി പുറത്തേക്ക് പോയി. വിവരം രാജാവ് പറഞ്ഞു. രാജാവ് ജ്ഞാനദത്തനെ വിളിച്ചു ചോദിച്ചു, എന്തു പറ്റി, അങ്ങേക്ക് ഇത്ര വലിയ വിഭവസമൃദ്ധമായ ഒരു സദ്യ ഒരുക്കി തന്നിട്ട് അത് കഴിച്ചില്ലേ, ഇഷ്ടായില്ലേ, എന്താ ഉണ്ടായേ? ജ്ഞാനദത്തൻ പറഞ്ഞു, മഹാരാജൻ, അങ്ങ് ഒരുക്കി തന്ന വിഭവങ്ങളും എല്ലാം തന്നെ മനോഹരമായിരുന്നു. ഇത് ദേവേന്ദ്രന്റെ സഭയിൽ പോലും ഇത്രയും വലിയ ഭക്ഷണങ്ങൾ കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ആ ചോറിനൊരു രക്ഷയില്ല. ചോറിന് ഒരുമാതിരി ശവം ചീഞ്ഞ അല്ലെങ്കിൽ ശവം നാറുന്ന മണമായിരുന്നു. അതുകൊണ്ട് എനിക്കത് കഴിക്കാൻ പറ്റിയില്ല. രാജാവിനത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. തൻ്റെ കൊട്ടാരത്തിൽ അടുക്കളയിൽ കൊണ്ടുവരുന്ന അരിക്ക് ശവത്തിന്റെ മണമുണ്ടെന്നോ, ശ്മശാന ഭൂമിയുടെ മണമുണ്ടെന്നോ? ആരെവിടെ? ഉടനെ തന്നെ കൊട്ടാരം അടുക്കളക്കാരനെ വിളിച്ചു വരുത്തി, എവിടുന്നാടോ ഈ അരി കൊണ്ടുവന്നത്? അപ്പൊ പറഞ്ഞു, ഇവിടുത്തെ ഏറ്റവും പ്രമാണിയായിട്ടുള്ള ജന്മിയാണ് അതെല്ലാം കൊണ്ടുതരുന്നത് നമുക്ക് കൊട്ടാരത്തിലേക്ക്. ഉടനെ ജന്മിയെ വരുത്ത്. ജന്മി വന്നു. ജന്മി കൈയും കാലും വിറച്ചിട്ട് എന്താണാവോ അവിടെ അരി സപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ എന്ന് പേടിച്ചിട്ടാണ് ജന്മി വരണത്. ജന്മി വന്ന് രാജാവിനെ മുഖം കാണിച്ച് താണ് തൊഴുതു നിന്നു. അടിയൻ, എന്താ വേണ്ടയാവോ? നീ അരി എവിടുന്ന വിളയിച്ചെടുക്കണേ? നിന്റെ പാടങ്ങൾ എവിടെയാണ്? ഉടനെ ജന്മി പറഞ്ഞു, നമ്മുടെ
കൊട്ടാ രാജാ രാജാവിന്റെ രാജ അതിന്റെ അതിർത്തിയിലുള്ള സാമ്രാജ്യത്തിന്റെ അതിർത്തിയിലുള്ള വലിയൊരു പ്രദേശമാണ് അടിയന്റെ വിളനിലം. അതിനടുത്ത് വല്ല ശ്മശാന ഭൂമി ഉണ്ടോ? തമ്പുരാൻ, ഞാൻ ആ ശ്മശാന ഭൂമി ആയിരുന്ന പണ്ട് ശ്മശാനമായിരുന്ന സ്ഥലമൊക്കെ ഇപ്പൊ അത് ഒഴിഞ്ഞുപോയി. അവിടെയൊക്കെ കിളച്ച് മറിച്ച് ഞാൻ വൃത്തിയാക്കി. അവിടെയും ഞാൻ നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. രാജാവിന്റെ കാര്യം മനസ്സിലായി. ഞാനദ്ദേഹത്തിനെ അടുത്ത് വിളിച്ചു പറഞ്ഞു, അങ്ങയുടെ അറിവ് അപാരം തന്നെ. വർഷങ്ങൾക്ക് മുമ്പ് ശ്മശാന ഭൂമിയായിരുന്ന സ്ഥലത്ത് ഇപ്പോ കൃഷി ചെയ്ത് വിളയിച്ച നെല്ലിന് വരെ ആ ശ്മശാന ഭൂവിന്റെ ചീഞ്ഞ മാംസത്തിന്റെ മണമുണ്ട്, അല്ലെങ്കിൽ കത്തിക്കരിഞ്ഞ മാംസത്തിന്റെ മണമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞ അങ്ങയുടെ അറിവ് അപാരം തന്നെ. അങ്ങൊരു വിദഗ്ധൻ തന്നെ. രണ്ടാമത്തെ ആളെ വിളിച്ചു, സോമദത്തൻ. സോമദത്തന് തൻ്റെ സ്ത്രീകളോടുള്ള താല്പര്യത്തിൽ, സ്ത്രീ വിഷയത്തിലാണ് അദ്ദേഹത്തിന് കൂടുതൽ അറിവ്. അങ്ങനെ രാജാവ് സോമദത്തനെ കൊട്ടാരത്തില് അണിയിച്ചൊരുക്കിയിട്ടുള്ള ഒരു മണിയറയിലേക്ക് പറഞ്ഞയച്ചു. അവിടെ അതിസുന്ദരിയായ ഒരു സ്ത്രീയെയും അദ്ദേഹത്തിന് അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടാൻ ഏർപ്പാടാക്കി. പിറ്റേ ദിവസം രാവിലെ സോമദത്തൻ ഉറക്കച്ചടവുള്ള മുഖത്തോടു കൂടി തന്നെ പുറത്തേക്ക് വരേണ്ടപ്പോൾ രാജാവ് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ? അങ്ങയുടെ ഉറക്കമൊക്കെ സുഖമായില്ലേ? അങ്ങേക്ക് വേണ്ട എല്ലാ വിനോദങ്ങളും നടന്നില്ലേ എന്ന് ചോദിച്ചു. സോമദത്തൻ പറഞ്ഞു, അങ്ങയുടെ ഒരുക്കി തന്ന മുറിയും മണിയറയൊക്കെ വളരെ വിശിഷ്ടം തന്നെ. ഏറ്റവും വലിയ ആഡംബരങ്ങൾ തന്നെയായിരുന്നു അതിനുള്ളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് കൂടെ സംസാരിച്ചിരിക്കാനും എന്നോട് കൂടി ശയിക്കാൻ വന്ന പെൺകുട്ടിക്ക് വല്ലാത്ത ആടിന്റെ മണം. അതുകൊണ്ട് എനിക്ക് ഉറക്കമൊന്നും ശരിയായില്ല. ഞാനും ഇവിടെ ഇരുന്നിട്ട് പോകുന്നു. രാജാവ് ഉടനെ അത്ഭുത തന്ത്രത്തോടുകൂടി ആ പെൺകുട്ടിയുടെ അമ്മയെ വിളിച്ചു ചോദിച്ചു, ഇത് എങ്ങനെയുണ്ടായി, എന്താ സംഭവിച്ചത്? അപ്പോഴാണ് പറയുന്നത്, ആ കുട്ടി എല്ലാ ദിവസവും ആട്ടുംപാല് കുടിക്കുന്ന സ്വഭാവമുള്ള സ്ത്രീയാണ്. തീർച്ചയായിട്ടും രാജാവിന് സോമദത്തന്റെ ആ അറിവ്, സോമദത്തന്റെ ആ കഴിവില് വളരെയധികം സന്തോഷമായി. മൂന്നാമത്തെ ബ്രാഹ്മണകുമാരനെ വിളിച്ചു. അദ്ദേഹത്തിന് എന്താണ് ഏറ്റവും കൂടുതൽ കഴിവ്? എനിക്ക് നിദ്രാശയനത്തില്, എൻ്റെ നിദ്രയിലാണ് എനിക്ക് ഏറ്റവും വലിയ കഴിവുള്ളത്. എനിക്കൊരിക്കലും ഉറക്കത്തിന്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല. അങ്ങനെ ബ്രഹ്മദത്തിന് വേണ്ടി രാജ കിങ്കരന്മാരെ വിളിച്ച് കൊട്ടാരത്തിലെ ശയനമുറിയിലെ ഏറ്റവും പ്രമാദമായിട്ടുള്ള പതുപതുത്ത തൂവൽ കിടക്ക തന്നെ ഏർപ്പാടാക്കി. അതിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കമ്പളങ്ങളൊക്കെ വിരിയിച്ചു. വിദേശത്തുനിന്ന് കൊണ്ടുവന്ന കമ്പളങ്ങളൊക്കെ വിരിയിച്ച് അതിൽ തന്നെ അദ്ദേഹത്തിന് പുഷ്പങ്ങളും മറ്റൊക്കെ അണിയിച്ച് അതിനുള്ളിൽ അദ്ദേഹത്തിന് ഉറങ്ങാനുള്ള ഏർപ്പാടാക്കി. പിറ്റേ ദിവസം രാവിലെ രാജാവ് ചോദിച്ചു, എങ്ങനെയുണ്ട് ബ്രഹ്മദത്തൻ, അങ്ങേക്ക് ഇന്നലത്തെ ഉറക്കം സുഖമായോ? ബ്രഹ്മദത്തൻ പറഞ്ഞു, ഒട്ടും സുഖമായില്ല രാജൻ. അങ്ങ് എനിക്ക് ആ വേണ്ടി ഒരുക്കി തന്ന ശയനാഗ്രഹമൊക്കെ വളരെ സുന്ദരമായിരുന്നു, വളരെ മനോഹരമായിരുന്നു. പക്ഷേ അതിനുള്ളിൽ കിടക്കാൻ ഒരു സുഖമില്ല. അങ്ങ് വിരിച്ചിരുന്ന ആ കമ്പളമില്ലേ, അതിന്റെ 7ാമത്തെ മടക്കിന്റെ ഉള്ളില് ഒരു രോമം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. അതെന്റെ നടുവിന് തന്നെ കുത്തിക്കൊള്ളുക. വേദന കാരണം എനിക്കൊരു തരി ഉറങ്ങാൻ പറ്റിയില്ല. രാജാവ് ഉടനെ തന്നെ ഭൃത്യന്മാരെ വിളിച്ച് അകത്ത് ചെന്ന് ആ കമ്പളം പരിശോധിച്ചു നോക്കി. ശരിയാണ്, അതിന്റെ 7ാമത്തെ മടക്കിനുള്ളിൽ ഒരു രോമം, ഒരു തൂശി പോലെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അത് കറക്റ്റ് ഇയാളുടെ ദേഹത്ത് കുത്തിക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. രാജാവിന് 3 പേരുടെയും കഴിവില് വളരെയധികം സന്തോഷമായി. അവർക്കൊക്കെ പാരിതോഷികങ്ങളൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചു. ഇവിടെ വേതാളം കഥ നിർത്തി. വേതാളം ചോദിച്ചു, ഈ 3 ബ്രാഹ്മണ കുമാരന്മാരുടെ കഴിവിൽ ആരുടെ കഴിവാണ് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത്, പറയാമോ? ഇതായിരുന്നു വേതാളത്തിന്റെ വിക്രമാദിത്യനോടുള്ള ചോദ്യം. നിങ്ങളോടും എനിക്കുള്ള ചോദ്യം അതാണ്, ആരുടെ കഴിവാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ഉദാത്തമായിട്ടുള്ളത്? ആലോചിച്ച് പറയാമോ? നന്ദി, നമസ്കാരം.